ജാസ്മിൻ്റെ ഒരു ഭയങ്കര അൺഡിസിപ്ലിനറി ആയിട്ട് ഹൗസിൽ നടക്കുന്ന ചില കാര്യങ്ങൾ. അയ്യോ, ചായയുടെ ഒരു വിഷയം, ജാസ്മിൻ ആ തുമ്മിയൊരു വിഷയം, നമ്മളിതൊന്നും അറിയുന്നേ ഇല്ല. ഇനി ആ ചായ ആരാ കുടിച്ചത്? നീയാണോ കുടിച്ചത്? ഞാനാണോ കുടിച്ചത്? അവളെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഹോണസ്റ്റ് ഗെയിമറാണ്. സത്യമായിട്ട് ഉത്തരം വേണോ നുണയായിട്ട് ഉത്തരം വേണം? ജാസ്മിൻ്റെ ഒരു കല്യാണം തീരുമാനിച്ചിട്ടുള്ള ഒരു കുട്ടി അകത്ത് വരുന്നു. ഇതായ ഒരാൾക്ക് അവിടെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല എന്നൊരു സംസാരം അവിടെ വന്നു. അത് തന്നെ അവിടെ ഒരു ചർച്ചാ വിഷയമായിരുന്നു. ഗബ്രിയും ജാസ്മിനും തമ്മിലൊരു ബോണ്ട്, ഇങ്ങനെ പെട്ടെന്നൊരു ബോണ്ട് ഉണ്ടാവുമോ? ഇവരെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇവരുടെ ലൈഫ് ഇവർക്ക് നോക്കണ്ടേ? ഫ്യൂച്ചർ ഗബ്രി ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ദിവസം പോവാ, മറ്റേ വീട്ടിൽ പോവാന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ പിറ്റേ എപ്പിസോഡിലൊക്കെ ഭയങ്കര സ്മാർട്ടായിട്ട് നിൽക്കണോ? നല്ലൊരു ഗെയിമറായിരുന്നു, ഇൻഡിവിജ്വലി കളിച്ചിരുന്നെങ്കിൽ എത്താമായിരുന്നു. ഈ ക്യാമറ നോക്കി കരയുക, മറ്റേ ക്യാമറ നോക്കി വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ നോറയുടെ ശബ്ദം അവിടെ ആരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നോറ സംസാരിക്കുമ്പോൾ വായടപ്പിക്കും. അപ്പോൾ പുറത്ത് നമുക്ക് അത്യാവശ്യം നല്ല ചീത്തപ്പേരുണ്ട്. ഇനി പുറത്തേട്ട് പോകണ്ട, കാശി വഴി വാരണാസിക്കോ അല്ലെങ്കിൽ മസിനഗുഡി വഴി ഊട്ടിക്കൊക്കെ പോകാമെന്നുള്ള ധാരണയിൽ ഞങ്ങളങ്ങനെ എത്തി. നമുക്കൊരു ചെറിയ ഗെയിം സെഗ്മെന്റ് ഉണ്ട്. അതായത് ഈ ടൈപ്പ് ഓഫ് ഗെയിമേഴ്സ് ഉണ്ട്. അപ്പോൾ ആരാ അങ്ങനെ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാ തോന്നിയിട്ടുള്ളത്. ഇത് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്, കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട്. അവളെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഹോണസ്റ്റ് ഗെയിമർ ആരാ? സത്യമായിട്ട് ഉത്തരം വേണോ നുണയായിട്ട് ഉത്തരം വേണം? അല്ല, എല്ലാവരും ഗെയിമിൻ്റെ കാര്യത്തിൽ ഹോണസ്റ്റാണ്. കാരണം എങ്ങനെയും ഗെയിമിൽ മുമ്പോട്ട് പോകുക എന്നുള്ളൊരു സ്ട്രാറ്റജിയും പ്ലാനിങ്ങും റീപ്ലാനിങ്ങും റീസ്ട്രക്ചറിങ്ങും ഒക്കെ തന്നെയാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരാളെന്ന് പറയാൻ കഴിയത്തില്ല. ഇപ്പോൾ അവിടെ നിലനിൽക്കുന്ന എല്ലാവരും എന്നെ സംബന്ധിച്ച് ഗെയിമേഴ്സ് ബെസ്റ്റ് ആയതുകൊണ്ടാണല്ലോ അവരിപ്പോഴും അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഗെയിമിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഭയങ്കര ഹോണസ്റ്റാണ്, അതിലൊരു തർക്കവും ഇല്ല. ഇതുവരെയുള്ള സീസണിൽ കണ്ടതുപോലല്ല. കാരണം ഇത്തവണ എല്ലാവരും സമീപിച്ചിരിക്കുന്നത് അത്രയും സീരിയസ്നെസ്സോടുകൂടിയാണ്. അത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരാളൊരു കാര്യം വിട്ടുകൊടുക്കില്ല, ഗെയിമിൻ്റെ കാര്യത്തിൽ ഒരാളും വിട്ടുകൊടുക്കില്ല. പിന്നെ വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാശിയോടെ കളിക്കാൻ പറ്റുന്ന ഒത്തിരി പ്ലെയേഴ്സ് അതിനകത്തുണ്ട്, എല്ലാവരും. അപ്പോൾ എനിക്ക് ഒരാളുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല, എല്ലാവരും ഹോണസ്റ്റാണ്. ഗെയിമിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഹോണസ്റ്റാണ്. ഫേക്ക് ഗെയിം ആയിട്ട് ഫേക്ക് ആയിട്ടുള്ള ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഫേക്ക് ഗെയിമേഴ്സ് ഫേക്ക് ഗെയിമേഴ്സായിട്ട് തോന്നിയിട്ടില്ല, പക്ഷെ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ഫേക്ക് ആയിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അത്തരം ടാസ്കുകളാണ് നമുക്ക് തരുന്നത്. ഇപ്പം മോർണിംഗ് ടാസ്ക്, ഡെയിലി ടാസ്ക് വരുമ്പോൾ നമ്മളോട് ചോദിക്കും, ബിഗ് ബോസ് ചോദിക്കും, നിങ്ങൾക്ക് അവിടെ ഏറ്റവും ഇഷ്ടമുള്ള ആരാണ്, ഏറ്റവും ഇഷ്ടമില്ലാത്ത ആരാണ്. അവസാനം ബിഗ് ബോസിൻ്റെ ടാസ്കിനിടയിൽ ഒരു കുറിപ്പ് ഉണ്ടാവും, ഇത് ഞാൻ നിങ്ങൾ വഴക്കിടാൻ പറയുന്നതല്ല കേട്ടോ. അപ്പോൾ തന്നെ നമുക്കറിയാം ഇതിന്ന് വീട്ടിൽ അടി പൊട്ടും. അപ്പോൾ ഇഷ്ടമുള്ള ഒരാളുടെ പേര് പറഞ്ഞാൽ ബാക്കി ഫ്രണ്ട്സ് പിണങ്ങും, ഇഷ്ടമില്ലാത്ത ഒരാളുടെ പേര് പറഞ്ഞാലും അയാൾ പിണങ്ങും. അപ്പോൾ രണ്ടായാലും അടി ഉറപ്പാണ്. അപ്പം അങ്ങനെയുള്ള ടാസ്ക് ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ഹോണസ്റ്റായിട്ട് ഫേക്കായിട്ട് ചില സമയങ്ങളിൽ ഇപ്പം ഞാൻ ഉൾപ്പെടെ അങ്ങനെയില്ല, സിറ്റുവേഷൻസ് ഫേക്കായിട്ടുള്ള വഴക്കുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിൽ റെലവൻ്റ് അല്ല എന്ന് തോന്നിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് വ്യക്തികൾ ഫുൾ ടൈം ഫേക്ക് ആയിട്ടുള്ളവരാരും ഇല്ല. ഗ്രൂപ്പായിട്ട് ഗെയിം കളിക്കുന്നവരുണ്ടോ? അതിൽ ഗ്രൂപ്പായിട്ടാണ് ഇത്തവണത്തെ നമ്മുടെ കൺസെപ്റ്റ്. അതല്ല, 2 പേര് മാത്രം അല്ലെങ്കിൽ 3 പേര് മാത്രം ഇങ്ങനെ അവര് എങ്ങനെ ഇട്ടാലും ഒരുമിച്ച് ഗെയിമിൽ കളിക്കുള്ളൂ എന്നുള്ള ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഫേവറിസം ഉണ്ടെന്ന് തോന്നിയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മൾ അതൊന്നും എല്ലാവരും കണ്ടിട്ടും ഉണ്ടാവും. ജാസ്മിൻ, ഗബ്രി, അതുപോലെ തന്നെ അർജുൻ, ശ്രീതു. അപ്പം അങ്ങനെ ചില പേഴ്സണൽ ഫേവറേറ്റ്സുകളുണ്ട്. അപ്പം അവരങ്ങനെ ഗെയിമിൽ വരുമ്പോഴത്തേക്കും എപ്പോഴും ചില ഗെയിമുകളിലും ചില മത്സരങ്ങളിലും ഗ്രൂപ്പിൽ സെലക്ട് ചെയ്യാനൊക്കെ വരുവാണെങ്കിൽ അർജുൻ ശ്രീതുവിനെ സെലക്ട് ചെയ്യും, ജാസ്മിൻ ഗബ്രിയെ സെലക്ട് ചെയ്യും, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു ഫേവറിസം അവർക്ക് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഭയങ്കര അൺഡിസർവിങ് ഗെയിമറാണ് അവിടെ നിന്നിട്ടും ഇയാൾ എന്തിനാ ഇവിടെ നിൽക്കണേന്ന് അല്ലെങ്കിൽ എന്തിനാ ഹൗസിൽ വന്നേന്ന് പറഞ്ഞ തോട്ടുണ്ടാക്കിയ ഗെയിമേഴ്സ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എത്രയോ പ്രോസസ്സ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിനെ തൊട്ടെടുക്കുന്നത്. എല്ലാവരും ഡിസർവിങ് ആയതുകൊണ്ടാണ്. പിന്നെ 19 പേരും 19 ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ഒന്നും സാമ്യവുമില്ല, ഒന്നിനൊന്നോട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ. ജീവിത സാഹചര്യങ്ങൾ വേറെ, സംസാര രീതി വേറെ. അപ്പോൾ അത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്യണം. അയ്യോ ഇവർ നമ്മുടെ ടൈപ്പ് അല്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ജെല്ലായി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും.
പക്ഷെ ആരും അൺഡിസർവിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. മാനിപ്പുലേറ്റബിൾ ഗെയിമർ ആരാ? മാനിപ്പുലേറ്റ് ചെയ്യുന്നതോ? ഞാൻ പറയും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ജിൻഡപ്പൻ നല്ല ഗെയിമറാണ്. സോ ഗെയിമിൽ നമുക്ക് മാനിപ്പുലേഷൻ ആവശ്യമാണ്, നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഗബ്രി നല്ല ഗെയിമറാണ്. അപ്പോൾ അതായത് ഗെയിമിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരും നല്ല മാനിപ്പുലേറ്റേഴ്സും കൂടെയാണ്. അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയാലേ ഗെയിമിൽ നിൽക്കാൻ പറ്റും. സിജോ നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ആരും പറ്റിക്കപ്പെടുന്നില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാവർക്കും അറിയാം ഇത് മാനിപ്പുലേഷൻ ആണ് എന്നുള്ളൊരു തരത്തിലോട് കൂടി. അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് മറ്റേ മാനിപ്പുലേഷൻ അല്ലേ ഉദ്ദേശം, നമ്മൾ വീഴില്ല പൊക്കോ എന്ന് പറഞ്ഞു വിടുമോ. ഗുഡ് ലീഡർ ഓൾമോസ്റ്റ് അതിൽ ഗുഡ് ലീഡർ നമ്മുടെ അപ്സര നന്നായിട്ട് ലീഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരാളായിരുന്നു. ഒരു ഓർഡർ ഉള്ള ആളാണ്, ഒരു കമാൻഡിങ് പവറുള്ള ആളായിരുന്നു അപ്സര. പിന്നെ ഗുഡ് ലീഡർ എന്ന് പറയാൻ അപ്പോൾ ഒരുപാട് പേർക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. അവർക്കും ഒക്കെ കഴിയുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിന് ഗുഡ് ലീഡിങ് കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരവിടെ പറയുകയാണെങ്കിൽ യമന ചേച്ചി ആണെങ്കിലും ഓക്കെ അവർക്കും ഒക്കെ ലീഡിങ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. പക്ഷെ അങ്ങനെ ചാൻസസ് അധികം കിട്ടിയിട്ടില്ല. ഇമോഷണൽ ഗെയിമർ എല്ലാവരും ഒരു ടൈം കഴിയുമ്പോൾ ഇമോഷണൽ ആവും. പക്ഷെ ഇമോഷണൽ സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന നോറയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ശരിക്കും എന്താ നോറയുടെ ഒരു കേസിൽ ഭയങ്കര ഈ കോൺട്രഡിക്ഷൻസ് ഉണ്ടല്ലോ. ഈ ക്യാമറ നോക്കി കരയുക, മറ്റേ ക്യാമറ നോക്കി വഴക്കുണ്ടാക്കുക, മറ്റേ മിണ്ടാണ്ടിരുന്നോ എന്ന് പറയാ. ഈ ഇങ്ങനത്തെ കുറെ പരിപാടികളുണ്ടല്ലോ. ഇത് ആൾക്കാര് ഭയങ്കര തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതേസമയം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ശരിക്കും എങ്ങനെയാ അവിടെ? സത്യത്തിൽ നോറ ഫസ്റ്റ് ടൈമിലൊക്കെ വന്ന സമയത്ത് എന്തിനാ നോറ കരയുന്നതെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ പിന്നീട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ നോറ തന്നെ സംസാരിക്കുമ്പോൾ നോറ ചിലപ്പം പിന്തള്ളപ്പെടുന്നത് പോലെ നോറയ്ക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നോറയുടെ ശബ്ദം അവിടെ ആരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നോറ സംസാരിക്കുമ്പോൾ വായടപ്പിക്കുന്നു, നോറ പറയുന്ന കാര്യങ്ങൾ റെലവൻ്റ് അല്ല എന്ന് ആളുകൾ പറയുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോറയുടേതായിട്ടുള്ളൊരു സ്പേസ് കൊടുത്തു. നോറ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നോറ പറയേണ്ട കാര്യങ്ങൾ അടിപൊളിയായിട്ട് പുള്ളിക്കാരി ടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒപ്പീനിയനുള്ള ഒരാളാണ്. പക്ഷേ ആൾ ഡൗൺ ആയി കഴിഞ്ഞാൽ ഇമോഷണലി പക്കാ ഡൗൺ ആവും. പിന്നെ നേരെ ആളിൻ്റെ സ്പേസ് ബാത്റൂം ഏരിയയാണ്. ബാത്റൂം ഏരിയയിൽ പുള്ളി ഭയങ്കര കരച്ചിലാണ്. ആശ്വസിപ്പിക്കാനൊക്കെ നമ്മളൊക്കെ പോയിട്ടുണ്ട്. പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് നോറയെ ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഡൗൺ ആയ സമയത്ത് നോറ എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നോറയോട് ചോദിച്ചു കഴിയുമ്പോൾ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. നോറ ഫ്രം ഡേ 1 നോറയ്ക്ക് കറക്റ്റ് എല്ലാ കാര്യങ്ങളും നോറയുടെ മെമ്മറിയിലുണ്ട്. നോറ ചേച്ചി ഞാൻ അങ്ങനെ ഡേ 1 ഇങ്ങനെ വന്ന് നിന്നപ്പോഴത്തേക്കും ഇത്ര മണിക്ക് ഇത്ര സമയത്ത് ഇന്നൊരാളെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. അത് മാത്രമാണ് നോറയുടെ ഒരു പ്രോബ്ലമായിട്ട് അവിടെ എല്ലാവർക്കും ഓർമ്മ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ നോറ പറയുന്നത് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നോറ പറയുമ്പോൾ ഇത്രയും പറയുന്നല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ ആൾക്കാർ മിസ് ചെയ്യും, കേൾക്കാണ്ടിരിക്കും. അയ്യോ ഇത് ഭയങ്കര ഇറിറ്റേഷൻ ആണല്ലോ എന്ന് പറയും. പക്ഷെ ചില കാര്യങ്ങൾ നോറ ഇങ്ങനെ കഥയാണ്. നോറ പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ ഓക്കെ എന്നിട്ട് എന്ന് പറഞ്ഞാൽ 10-15 മിനിറ്റ് 20 മിനിറ്റ് അരമണിക്കൂർ കഴിഞ്ഞാലും നോറ ചിലപ്പോൾ ഡേ 3 ഡേ 4 ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇമോഷണലി എന്ന് പറയുന്നത് ഇമോഷണൽ സ്ട്രാറ്റജി ആയിട്ട് എനിക്കറിയില്ല. ആൾ ഇമോഷണലി ഡൗൺ ആണ് കൂടുതൽ ടൈം. എന്നേക്കാൾ കൂടുതൽ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ നോറയുടെ ഏരിയയാണ് ബാത്റൂം ഏരിയ എന്ന് പറഞ്ഞാൽ നോറ ടിഷ്യൂ പേപ്പറും ഒക്കെ ഭയങ്കര കരച്ചിലാണ്. നോറയ്ക്ക് ടിഷ്യൂ പേപ്പറൊക്കെ അവാർഡ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഗെയിമിൻ്റെ ഇടയിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്ത്. പക്ഷേ അവൾ നന്നായിട്ട് കാര്യങ്ങൾ പറയാൻ കഴിവുള്ള ഒരാളാണ്. പറയുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ കരഞ്ഞോണ്ട് പറയുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല എന്ന് മാത്രം. ഈ ബെസ്റ്റ് വൈൽഡ് കാർഡ് ആരാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗെയിമൊക്കെ ഒന്ന് ഡൗൺ ആയിട്ട് നിന്ന സമയത്താണ് 6 വൈൽഡ് കാർഡ് എൻട്രീസ് വന്നത്. നല്ല കിണ്ണം കാച്ചി വൈൽഡ് കാർഡ് എൻട്രീസ് ആയിരുന്നു 6 പേരും. ഇപ്പോൾ സിവിൻ ആയിക്കോട്ടെ, പൂജ ആയിക്കോട്ടെ, സായി, നന്ദന, പിന്നെ അഭിഷേക് സ്ക്വയർ. അപ്പോൾ ഇവരൊക്കെ ആണെങ്കിലും വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ചടുക്കിക്കൊണ്ടുള്ള ഒരു വരവായിരുന്നു. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിച്ചത് പുറത്തുനിന്ന് ഇവരിൽ നിന്ന് കളക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇവർ വന്നിട്ട് നമുക്കൊരു വെൽക്കം സ്പീച്ചൊക്കെ തന്നു. അവർ തന്നെ അവരെക്കുറിച്ചൊരു ഇൻട്രൊഡക്ടറി സ്പീച്ച് വെൽക്കം സ്പീച്ചിൻ്റെ കൂടെ തന്നപ്പോൾ അപ്പോൾ പുറത്ത് നമുക്ക് അത്യാവശ്യം നല്ല ചീത്തപ്പേരുണ്ട്. ഇനി പുറത്തായിട്ട് പോകണ്ട, കാശി വഴി വാരണാസിക്കോ അല്ലെങ്കിൽ മസനഗുഡി വഴി ഊട്ടിക്കൊക്കെ പോകാം എന്നുള്ള ധാരണയിൽ ഞങ്ങളങ്ങനെ എത്തി. പിന്നെ ഇവന്മാർ ഭയങ്കര വില്ലന്മാരായിരുന്നു. അതിലെല്ലാം കണ്ടിട്ട് വന്നവരാണ്.
സോ അവർക്കറിയാം ഈച്ച് ആൻഡ് എവ്രി വൺ എങ്ങനെയായിരിക്കും, അവരുടെ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും എന്നൊക്കെ നന്നായിട്ട് അറിയാം. അതിൽ ബെസ്റ്റ് എന്ന് പറയാനായിട്ട് അങ്ങനെ ഇല്ല. എല്ലാവരും ഒന്നിനൊന്ന് സിബിൻ ഭയങ്കരമായിട്ട് നിർത്തിപ്പൊരിക്കുമ്പോ ചേച്ചി ഉണ്ടായിരുന്നു. ശരിക്കും അതെ, അതെങ്ങനെ ഒരു നിങ്ങളവിടെ നിന്നിരുന്ന ഒരാളാണ് ഇപ്പൊ ജാസ്മിനെതിരെയും അല്ലെങ്കിൽ ജാസ്മിൻ അഗെയിൻസ്റ്റും അല്ലെങ്കിൽ ഒപ്പം കളിച്ചിട്ടുള്ള ആൾ കൂടെയാണല്ലോ. ജാസ്മിൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളോടും 100% യോജിപ്പില്ലായിരുന്ന ഒരാളും കൂടെയാ. അപ്പൊ ഈ നിർത്തിപ്പൊരിക്കുമ്പോ ഈ ഉള്ളിലൊരു ചെറിയ സന്തോഷം അല്ലെങ്കിൽ ചില ഒരാൾ ഭയങ്കര ശക്തമായിട്ട് തുറന്നു പറഞ്ഞല്ലോ എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ടാവില്ല അവിടെ. അല്ല, അങ്ങനെ ഒരു നമുക്കിപ്പം ഒരാളെ ഹേർട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു അങ്ങനെ ഇല്ല. അങ്ങനെയല്ല, ഞാൻ ഗെയിം മനസ്സിലായി. ഗെയിമിൽ അതായത് ഇവരെന്ത് കണ്ടു, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ഒരു അജ്ഞതയിലാണ്. ഇവരെന്താ കണ്ടിട്ട് വന്നതെന്ന് ഇവർ പറയില്ല. നമുക്ക് അവർക്ക് പറയുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. എന്നാൽ എല്ലാം അറിയും വേണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ആളുകളൊക്കെ നമ്മളെല്ലാവരും അതിനകത്തുള്ളവർ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടിയാൽ നമുക്കതിൽ പിടിച്ച് ഇവരാരെ ടാർഗറ്റ് ചെയ്യുന്നു. ഇവരെന്താണെന്ന് വെച്ചാൽ ഒരു സമയം ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് അടുത്ത സമയം ജിൻഡോയെ ടാർഗറ്റ് ചെയ്യും, അടുത്ത സമയം വേറൊരാളെ ടാർഗറ്റ് ചെയ്യും. എൻ്റെ അടുത്തും വഴക്കിന് വന്നിട്ടുണ്ട്. അപ്പം ഇത് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ അവർ ആദ്യമേ തന്നെ ഉണ്ടാക്കി. പക്ഷേ പിന്നെ സിബിനും ജാസ്മിനുമായിട്ടുള്ള വിഷയത്തിൽ നിർത്തിപ്പൊരിക്കുന്ന വിഷയത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആസ് എ ഗെയിമറായിട്ട് മാത്രമേ എനിക്ക് ആളുകളുമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ളൂ. ആ പേഴ്സൺസ് ഇല്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആരെങ്കിലും ചൊറിഞ്ഞാൽ ഇപ്പം ഞാനാണെങ്കിലും ഞാൻ ചെല്ലും, എന്നെ ചൊറിഞ്ഞാൽ അവരാണെങ്കിലും വരും. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം നമുക്കിടയിലുണ്ട്. അപ്പോൾ സിബിൻ വന്ന് പറയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ആള് കണ്ടു വന്ന കാര്യങ്ങളാണ്, നമ്മൾക്കറിയാത്ത കാര്യങ്ങളും ആള് പറയുന്നുണ്ട്. നീ അങ്ങനെയല്ല ഇന്നടുത്ത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ തന്നെ സൈലൻ്റായി പോവാണ് ചില സമയത്ത്. അപ്പോൾ നമുക്ക് ദൈവമേ ഇവൻ ഭയങ്കര കില്ലാടിയാണല്ലോ, അപ്പം നമ്മൾ ഇവനെ കരുതിയിരിക്കണം, നല്ലൊരു ഗെയിമറാണ്, നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പിന്നെ പല കാര്യങ്ങളും ഇവർ വന്ന് നമ്മളുടെ ഈ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നതുകൊണ്ട് ഗെയിമിൽ ഭയങ്കര ട്വിസ്റ്റ് വന്നിട്ടുണ്ടില്ലേ. ആളുകൾക്കൊക്കെ ഭയങ്കര മാറ്റമായിരുന്നു. എല്ലാവരും സ്ട്രാറ്റജീസ് മാറ്റി, എല്ലാവരും കുറേ കൂടി ആക്റ്റീവായി. അത് ഈ കണ്ടസ്റ്റൻസ് വന്നതിന് ശേഷമാണ്. ശരിക്കും ജാസ്മിൻ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരുള്ളൂ. ഈ 10-65 ദിവസത്തെ ജേണിയിൽ ഈ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞ ജാസ്മിൻ്റെ ഒരു ഭയങ്കര അൺഡിസിപ്ലിനറി ആയിട്ട് ഹൗസിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഈ ഗ്യാസ് ഓഫ് ചെയ്യാണ്ട് പോവുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പേഴ്സണൽ ഹൈജീൻ, അത് അവരുടെ പേഴ്സണൽ സ്പേസ് ആയിരിക്കാം. പക്ഷെ എന്നാലും ഗെയിമിനെ ബാധിക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പവർ റൂമിലേക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ അവിടെ ഒരു വന്ന ഉടനെ തന്നെ പറയുക, കുറേ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ജാൻമണി തിരിച്ച് പറയുന്നുണ്ടല്ലോ, ഞാൻ ഇന്ന് വന്നല്ലേ ഉള്ളൂ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉള്ള ആളാണ്, സോ ഡോണ്ട് മേക്ക് മീ, ആ ഒരു സ്പേസിലേക്ക് പറയാം. സോ ആസ് എ ഗെയിമർ ജാസ്മിൻ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളോടും വലിയ യോജിപ്പുകളില്ലല്ലോ. ഇല്ല, ജാസ്മിൻ ജാസ്മിൻ ആൻഡ് ഗബ്രി ഇവരുടെ ഒരു കോംബോ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ കോംബോയിലാണ് അവർ പ്ലേ ചെയ്യുന്നത്. അവരുടെ കോംബോ നമുക്ക് അത് എന്തോ ആയിക്കോട്ടെ, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷേ ഗെയിമിൽ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ആ മറ്റുള്ള ഇൻഡിപെൻഡൻറ്റ് ഗെയിമേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മളെ അവരുടെ ഗെയിം നന്നായിട്ട് ബാധിക്കും. കാരണം രണ്ടുപേരുടെ ബുദ്ധിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരൊരു കോംബോ ആയിട്ടാണ് നമുക്ക് ബാക്കിയുള്ള എല്ലാവർക്കും എതിരെ നിൽക്കുന്നത്. അതവിടെ ഒരു ചർച്ചയായിട്ടുണ്ടായിരുന്നു, എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്. എസ്പെഷ്യലി രണ്ടുപേരും നന്നായി പ്ലേ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ്, ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഗെയിമേഴ്സ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നിൽക്കുന്നതിന് ഗെയിമിൻ്റെ സ്ട്രാറ്റജിയാണോ, ഗെയിം ചേഞ്ച് ചെയ്യാനാണോ, അത് നമ്മളെ ബാധിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ചർച്ച അവിടെ മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഇടയിലൊക്കെ കാര്യമായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, തുടക്കം തൊട്ടേ ഉണ്ടായിട്ടുണ്ട്. ഈ ഗ്യാസ് ഓഫ് ചെയ്യുന്ന വിഷയത്തിൽ ഒരിക്കലും ഒന്നോ രണ്ടോ തവണ ഞാനാണോ ഇനി ഗ്യാസ് ഓഫ് ചെയ്യാതെ പോയെന്നൊരു ബ്ലെയിമിങ് ഞാൻ കേട്ടൊരു വ്യക്തിയാണ്. ആരോപണം എൻ്റെ നേരെ വന്നിരുന്നു. ഞാനാണ് കിച്ചൺ ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്നെയാണ് എന്നുള്ളൊരു ഉദ്ദേശം ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ ഞാനും യമുന ചേച്ചിയായിട്ട് 1-2 സംസാരങ്ങൾ വന്നിട്ടുണ്ട്. ഞാനല്ല ചേച്ചി, എൻ്റെ ആവശ്യമില്ലാതെ എൻ്റെ പേരെടുത്തിടരുത്, അങ്ങനെ ഒരു സംസാരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ അടുത്ത്. പക്ഷേ ഫൈനലി ലാൽ സാറ് വന്ന് നമ്മളെ ആ വെയിറ്റ് കാണിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, അയ്യോ ഇത് ഇങ്ങനെയായിരുന്നോ എന്ന് നമ്മൾ. പക്ഷേ അതുപോലെ തന്നെ ചായയുടെ ഒരു വിഷയം, ജാസ്മിൻ ആ തുമ്മിയൊരു വിഷയം, നമ്മളിതൊന്നും അറിയുന്നേ ഇല്ല, സത്യത്തിൽ കാണുന്നില്ല. വീട്ടിൽ കണ്ടിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട്
അയ്യോ. അപ്പോൾ അവിടെ സംസാരിച്ചതിൽ കേട്ടത് ഇനി ആ ചായ ആരാ കുടിച്ചത്, നീയാണോ കുടിച്ചത്, ഞാനാണോ കുടിച്ചത്, ഇതേത് ദിവസവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ചർച്ചയിലേക്ക് പോയി. പക്ഷേ പിന്നെ ജാസ്മിൻ ഹൈജീൻ പേഴ്സണൽ ആണെങ്കിലും മറ്റുള്ളവർക്കൊരു ചായ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും അത് കുടിക്കുമ്പോൾ കുറേ കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ. അല്ലെങ്കിൽ മുടി അഴിച്ചിട്ടുണ്ട് അടുക്കളയിൽ നിൽക്കുക, അതൊക്കെ വഴക്കായ വിഷയങ്ങളാണ്. വലിയ വലിയ വഴക്കായ വിഷയമാണ് മുടി കെട്ടിക്കൊണ്ട് അടുക്കളയിൽ നിൽക്കുക, ചെരുപ്പിട്ട് പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഹൗസിൽ നിൽക്കുമ്പോൾ ചെരുപ്പിടുക, ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ ചെരുപ്പിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ കുറേയൊക്കെ കുട്ടി മാറ്റിയിട്ടോ, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്. ലാൽ സാറിൻ്റെ തന്നെ വഴക്കപ്പോൾ പൊരിക്കലായിരുന്നല്ലോ, എല്ലാവരും പൊരിച്ച് ഒരുപാട് കാര്യങ്ങൾ അവൾ തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്ക് എപ്പോഴും ഉണ്ട്. അത് പല കാര്യങ്ങളും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓപ്പണായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വ്യക്തിയോട് പോയി പറയുന്ന ഒരാളാണ്. മൈക്കിന്റെ കേസിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മൈക്ക് എപ്പോഴും മറന്നു പോകുന്നു, അല്ലെങ്കിൽ മാറ്റി വെക്കുന്നു. മറന്നു പോകുന്ന പറയുമ്പോൾ ഈ ആളുകളിലേക്ക് മിസ്കമ്മ്യൂണിക്കേറ്റ് ആവുന്ന ചില പോയിന്റുകൾ ഉണ്ടല്ലോ. ഈ മൈക്കിലാണ് സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് പറയാം എല്ലായിടത്തും ഈ മൈക്കുണ്ട് എന്ന് പറഞ്ഞാലും ആളുകൾ കേൾക്കാതിരിക്കാനാണ് മൈക്ക് ധരിക്കാതിരിക്കുന്നത് എന്നുള്ളൊരു ബേസിക് സബ് കോൺഷ്യസ് ഇതുണ്ട് അവിടെ. അപ്പൊ പുറത്തും അതുണ്ട്. അപ്പൊ നിങ്ങളുടെ ഹൗസിൽ അങ്ങനത്തെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഉണ്ടായി കേട്ടിട്ടുണ്ട്. പലരും ചർച്ച ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഈ മൈക്ക് മാറ്റി വെച്ചിട്ട് ഇവർക്ക് എന്തും പറയാമല്ലോ എന്നുള്ളൊരു രീതിയിൽ വരും. അപ്പോൾ പക്ഷെ ഇവരോട് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് മറക്കുന്നതാണ്. മൈക്ക് മറക്കാം, മേ ബി മറന്നേക്കാം. നമ്മൾ കുളിക്കുമ്പോഴോ ഡ്രസ്സിങ് റൂമിൽ പോകുമ്പോഴോ നമ്മൾ മറന്നു പോവാം. അപ്പോൾ അത്തരം സംസാരങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ വേറൊരു കണ്ടസ്റ്റൻസും അങ്ങനെ ഇവർ ചെയ്ത പോലെ മൈക്ക് മാറ്റി വെച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളൊരു ടോക്കും വന്നിട്ടുണ്ട് അവിടെ. ആരും അങ്ങനെ മൈക്ക് ഇത്രയും കൂടുതൽ എപ്പോഴും ലാൽ സാറ് പറയും മൈക്ക് ധരിക്കൂ, അല്ലെങ്കിൽ ബിഗ് ബോസ് പറയും മൈക്ക് ധരിക്കൂ, എന്താണ് മറന്നു പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടാവും. ഉറപ്പായിട്ടും അങ്ങനെയുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോഴും ഈ ജാസ്മിൻ്റെ വിഷയമായിട്ട് പറയുമ്പോൾ ഈ നിങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം അത് ഇതുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഒരിക്കലും ലാൽ സാറ് വരുമ്പോൾ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ഫുള്ളും ഈ ജാസ്മിൻ ഗബ്രി ഇഷ്യൂ തന്നെയാണ് നിങ്ങളോട് എല്ലാവരോടും അഡ്രസ്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വിഷുവിന് അതും കറക്റ്റ് നല്ലൊരു ദിവസത്തിൽ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ ഈ പലരും പറയുന്നുണ്ട്, ഇപ്പോൾ ഈ ജാസ്മിന്റെ ഒരു കല്യാണം തീരുമാനിച്ചിട്ടുള്ള ഒരു കുട്ടി അകത്ത് വരുന്നു. അപ്പൊ അൻസിബ പറയുന്ന ഒരു പോയിന്റ് ആണ് പൊതുവെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അതായത് ജാസ്മിൻ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ആ ഒരു ബോർഡറിൽ ക്രോസ് ചെയ്യാണ്ട് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കാന്ന് പറയുന്നുണ്ട്. പക്ഷേ അൻസിബ പറയുന്നുണ്ടല്ലോ, ഇത് ജാസ്മിൻ എന്തിനാണ് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ എന്നുള്ളത്. അപ്പോൾ ഇതേ കൺഫ്യൂഷൻ നിങ്ങൾ ഹൗസിലും ഉള്ളവർക്കും ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഈ ചർച്ചയ്ക്ക് എടുക്കാനുള്ള ഒരു മെയിൻ കാരണം. കാരണം ഫസ്റ്റ് ഡേയിൽ വന്ന് പിറ്റേ ദിവസം അല്ലെങ്കിൽ സെക്കൻഡ് ഓർ തേർഡ് ഡേയിൽ ഇവർക്കിടയിൽ ഒരു ബോണ്ടായി. ആ ബോണ്ട് പെട്ടെന്നുണ്ടായ ഒരു ബോണ്ടാണ്. അപ്പോൾ അത് തന്നെ അവിടെ ഒരു ചർച്ചാ വിഷയമായിരുന്നു. ഗബ്രിയും ജാസ്മിനും തമ്മിലൊരു ബോണ്ട്, ഇങ്ങനെ പെട്ടെന്നൊരു ബോണ്ട് ഉണ്ടാവുമോ, ഈവൻ എന്ത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും. അപ്പോൾ അങ്ങനൊരു സംസാരം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് വന്നത് എന്താണെന്ന് വെച്ചാൽ വിഷുവിൻ്റെ അന്ന് സാർ ആ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് അവരെക്കുറിച്ചാണ്. അപ്പം നമ്മൾ ആലോചിക്കുകയും ചെയ്തു, ഇത്രയും നല്ലൊരു ഡേ ആയിട്ട് എന്താണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളൊരു സംസാരം. അത് എനിക്കും തോന്നി, എന്നെ പോലെ തന്നെ അവിടെ എല്ലാവർക്കും ഓൾമോസ്റ്റ് തോന്നി. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ നല്ലൊരു ദിവസമായിട്ട് വേറെ ഒരു വിഷയമില്ലാണ്ട് ഇത് തന്നെ. പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെ ഒപ്പീനിയൻ ചോദിച്ചപ്പോഴും ഇവർക്കൊരു കൺഫ്യൂഷൻ ഇവരുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴും പലർക്കും അറിയില്ല. ഞാനുൾപ്പെടെ എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ജാസ്മിൻ എൻഗേജ്ഡ് ആണോ അല്ലെ, നമ്മൾ അധികം ഞാൻ അങ്ങനെ ഒരു ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പലരും പറഞ്ഞു ഇങ്ങനെയാണ്, എൻഗേജ്ഡ് ആയ ഒരാളാണ്. അപ്പോൾ ആ ആൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻഗേജ്ഡ് ആയ ഒരാൾക്ക് അവിടെ കൺഫ്യൂഷൻ ആവശ്യമില്ല എന്നൊരു സംസാരം അവിടെ വന്നു. പിന്നെ ലാൽ സാറ് ഓരോരുത്തരുടെയും ഒപ്പീനിയനാണ് അവിടെ ചോദിച്ചത്. അല്ലെങ്കിൽ കുറച്ച് പേര് ചോദിച്ചിട്ട് എന്താണ് ഏതാണ് എന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്തത്, എണീപ്പിച്ച്. അപ്പോൾ നമ്മൾക്ക് തോന്നുന്നത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഗെയിമേഴ്സ് നമുക്ക് തോന്നിയത്, ചേട്ടാ ഇത് വലിയ പ്രശ്നമായിട്ടുണ്ട് പുറത്ത്, എന്താവും ഏതാവും, പിന്നെ ഇവരെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇവരുടെ ലൈഫ് ഇവർക്ക് നോക്കണ്ടേ, ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. കുറേ പേര് ചിന്തിച്ചത് എന്താണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഗെയിമിൻ്റെ സ്ട്രാറ്റജി ആണോ, ഇനി ഗെയിം
ഗെയിമിൽ മുമ്പോട്ട് പോകാനാണോ അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയമാകാനാണോ, ഇങ്ങനെയൊക്കെയുള്ള 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞങ്ങൾ കുറച്ച് പേരുടെ മനസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആരും അനുകൂലിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും അനുകൂലിച്ചില്ല, അന്നത്തെ ദിവസങ്ങളിൽ ആരും അനുകൂലിച്ചില്ല. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായം, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. പക്ഷെ അത് എല്ലാവർക്കും തോന്നണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവുമല്ലോ. അത് ഫസ്റ്റ് കാരണം എന്താണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ വന്നത് എന്തിനാണ് ഇത്രയും സംസാരിക്കുന്നത്. പിന്നെ ഓഡിയൻസ് കാണുന്നുണ്ട് എന്താണെന്ന്, നമ്മൾ കാണുന്നില്ല. ഞങ്ങൾ ആരും ആ ഏരിയയിൽ ഇല്ല. ഇപ്പം ഇവർ സംസാരിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും പ്ലാൻ ചെയ്യുവാണെങ്കിലോ ഒന്നും നമ്മൾ ആ ഏരിയയിൽ ആരുമില്ല. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേശ്ശെ കാര്യങ്ങളേ അറിയുള്ളൂ. ഒരു 360 ഡിഗ്രി ആംഗിളിൽ നമുക്കൊരു കാര്യവും അറിയില്ല. അപ്പോൾ എന്താണ് ഇനി ഇവരെക്കുറിച്ച് സംസാരിക്കുന്നത്, ഇവരങ്ങനെയാണ് അല്ലെങ്കിൽ ഇവർ ഫ്രണ്ട്ഷിപ്പാണ്, ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പായിരിക്കാം അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ആ ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ എത്രത്തോളം പുറത്ത് പോകുന്നു അല്ലെങ്കിൽ ഇവർ എത്രത്തോളം കാണിക്കുക നമ്മൾ കാണുന്നില്ല. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ മറന്നിരിക്കരുത്, ദൈവമേ ഇതെന്താണ്, അപ്പോൾ എന്തോ പ്രശ്നമുണ്ടല്ലോ, സംതിങ് റോങ് അല്ലെങ്കിൽ പിന്നെ ഞങ്ങളോട് ചോദിക്കുക, അതും ഇന്നത്തെ ദിവസം വിഷുവിൻ്റെ അന്ന് അങ്ങനെയുള്ള ടോക്കിലായിരുന്നു, സംശയത്തിലായിരുന്നു. ഞങ്ങളെപ്പോഴും ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ഒരു പുകമറയിലാണ് എപ്പോഴും. ഇപ്പം നിങ്ങളിപ്പം ഞങ്ങളോട് ഒരു കാര്യം ചോദിച്ചാൽ അത് വീഡിയോ കണ്ടാലും ഞങ്ങൾ അപ്പോഴും ഒരു പുകമറയില്ല. കാരണം അതായിരിക്കില്ല, ഞങ്ങൾ കാണുന്ന ആംഗിൾ വേറെ ആയിരിക്കും. അതെപ്പോഴും ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ, അതിപ്പോൾ പറഞ്ഞാൽ പോലും അതായിരിക്കില്ല സത്യം. അതിനപ്പുറം എന്താ നടക്കണേ അറിയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഓരോ മുറി തമ്മിൽ ഒരു നേർത്ത ഒരു ഷീറ്റിന്റെ വ്യത്യാസമുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടടുത്ത് എന്ന് പറയുന്ന അത്ര സൗണ്ടിൽ എനിക്ക് കേൾക്കാം. ഇവിടെ ജാൻമണിയുടെ ഇഷ്യൂസ് അതിലുണ്ടായി. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഞങ്ങൾ പവർ റൂമിൽ കയറിയപ്പോൾ നമ്മുടെ ജിൻഡപ്പനുണ്ടല്ലോ, ജിൻഡപ്പൻ ഇപ്പുറത്ത് അത് കണ്ടായിരുന്നോ? ജിൻഡപ്പൻ ഇങ്ങനെ നിഴല് പോലെ വന്നു. അപ്പം ഞാനും ജാൻമണിന്ന് ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് മണ്ണ് എന്താണ് ജിൻഡോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്തോ പോയിട്ട് ഞാൻ സത്യത്തിൽ കോമഡി ആയിരുന്നു അതൊക്കെ. ജിൻഡു മറന്നുപോയി നിഴലിപ്പുറത്ത് അടിക്കുമോ എന്നുള്ളത്. അപ്പം നമുക്ക് ഈ പഴയ സിനിമയിലെ ജഗതിച്ചേട്ടൻ്റെ ഈ കിലുക്കം സിനിമയിലൊക്കെ ഇന്ന് പോകുന്ന പോലെ ആയിരുന്നു. നമ്മൾ ഭയങ്കര കോമഡി ആയിരുന്നു. അപ്പം അത്ര അടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവർ പറയുന്നതോ ഇവർ ചെയ്യുന്നതോ ഒക്കെ. അപ്പം നമുക്ക് സുതാര്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ സുതാര്യതയുണ്ട്, ഇല്ലാന്ന് വെച്ചാൽ ഇല്ല. അതാണ് അവിടുത്തെ അവസ്ഥ. ഞാനിത് ബേസിക്കലി ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗബ്രി ഔട്ടായപ്പോ പൊതുവെ വിഷമം ഉണ്ടായിട്ടുള്ള ഒരാൾ കൂടെ. കാരണം ആസ് എ ഗെയിമർ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, നല്ലോണം ഗെയിം കളിച്ചിരുന്ന ആളായിരുന്നു. അത് കഴിഞ്ഞിട്ടും ഈ ഹൗസിൻ്റെ ഉള്ളിൽ ചർച്ച ചെയ്ത് വേറെ വിഷയത്തിനാണല്ലോ ഈ ജാസ്മിൻ്റെ ഈ എവിക്ഷൻ, ഗബ്രി എവിക്റ്റ് ആവുന്ന വീഡിയോ ഇപ്പൊ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഭയങ്കര ഒരു ലോങ് വീഡിയോ ആയിരുന്നു അത്. ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ ബിറ്റ്സും ഒക്കെ ഭയങ്കര ചർച്ചയായിരുന്നു. അത് കഴിഞ്ഞിട്ടും ഈ ഞാൻ ഗബ്രി ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ദിവസം പോവാ, മറ്റേ വീട്ടിൽ പോവാന്ന് പറയുന്നു. ഗബ്രിയുടെ ഫോട്ടോ നോക്കി കരയുന്നു. അപ്പോഴും അപ്പുറത്തുനിന്ന് രണ്ടുപേര് പറയുന്നുണ്ടല്ലോ ഭയങ്കര അഭിനയാണ് ഇതെന്നുള്ള സംഭവം. സോ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ ഗബ്രിയുടെ എവിക്ഷനും ഈ ജാസ്മിൻ്റെ ഈ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കൂടെ നോക്കി വായിക്കുമ്പോൾ എങ്ങനെയാ അവിടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ഒരാൾ കൂടെയാണല്ലോ. ആൾക്കാർക്ക് പലതും കത്തിയിട്ടുണ്ട്, ഉള്ളിലുള്ളവർക്ക് കത്തിയിട്ടുണ്ട് അത്രയും. അത് ഒന്ന് എന്താന്ന് വെച്ചാൽ ഗബ്രി പോകും എന്നുള്ള പ്രതീക്ഷ അവിടെ ആർക്കും ഇല്ല. കാരണം ഗബ്രിയും ജിൻഡയും ഒരു ദിവസം ലാൽ സാറ് പുറത്താക്കിയിട്ട് രണ്ടുപേരെയും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗബ്രി കുറെ കൂടി മാറ്റങ്ങൾ വരുത്തി അവൻ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുവരെ അകൽച്ച കാണിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കാണുന്നത് അതാണ്, ഞാൻ കണ്ട വെർഷൻ അതാണ്. ഗബ്രി കുറച്ച് പഴയ പോലെ ഒന്നും അതില്ല, മിണ്ടുന്നില്ല. എന്നാൽ മിണ്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, അകൽച്ച ഇടുന്നു. പിന്നെ ഗെയിമിലേക്ക് കൂടുതൽ ഇൻപുട്ട് ചെയ്യുന്നു. പിന്നെ ഒരു ഓർമ്മയുടെ ഒരു ടാസ്ക്, ഒരു മെമ്മറി ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരുന്നു. 6 പശുക്കൾ 5 പശുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവര് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കല്യാണത്തിന്റെ, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ടോപ്പിക് തന്നെ ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെ ആ ടോപ്പിക് ഞാൻ ഡയറക്റ്റ് കേട്ടില്ല, പക്ഷെ കേട്ട ആളുകൾ അവിടെ, നമുക്ക് അവിടെ ന്യൂസ് ഉണ്ട്, ആളുണ്ട്, ഒരു പാടില്ല. അപ്പൊ അവര് വന്നിട്ട് പറയേണ്ടത് ഇങ്ങനെ സംസാരിച്ചവൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒന്നും നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല. പക്ഷെ എന്നാൽ കുറച്ച് പേര് കണ്ടാൽ കണ്ടു, കണ്ടില്ലെങ്കിൽ കണ്ടില്ല. പിന്നെ ഒക്കെ ന്യൂസാണ്. അപ്പൊ ഈ ന്യൂസിൽ നമ്മളൊരു ന്യൂസിന്റെ ഒരു ടാസ്ക് കേട്ടായിരുന്നോ?
തുണി പിന്നെ പരിമളം സോപ്പിട്ട തുണി, അതാണ് കഥ. ഒരല്പം കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടെ ചെന്ന് നിന്നു. രതീഷ് അവസാനം പറഞ്ഞ പോലെ നല്ല ഒരു ലവ് സ്റ്റോറിയെ പിടിച്ച് അവസാനം മറ്റേ പിന്നെ ഇവര് യശോദ ഛർദ്ദിച്ചു എന്തുകൊണ്ട് എന്ന് വരെ എത്തി നിൽക്കുന്ന പോലെ. അപ്പോൾ ഒരിച്ചിരി ന്യൂസ് കിട്ടിയാലും നമുക്കറിയില്ല യഥാർത്ഥ സംഭവം എന്താണെന്ന് അറിയില്ല. കേട്ട് നമ്മൾ ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഒരു കമൻറ്റ് പറയരുത്, ചിലപ്പോൾ ഇതായിരിക്കില്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും സൈലൻ്റ് ആയിരുന്നു. ഗബ്രി പോകുന്ന ദിവസം പോലും ഗബ്രി തിരിച്ചു വരും, മേ ബി അൻസിബ അല്ലെങ്കിൽ ഋഷി, കാരണം അവർ വീക്കായിരുന്നു ആ ടൈമിൽ. ടാസ്കിൽ ഗബ്രി എല്ലാ ടാസ്കിലും ഭയങ്കരമായിട്ട് 100% ഓക്കെ ആയിരുന്നു. അത് നന്നായിട്ട് ഇൻപുട്ട് ചെയ്തു. ഇവർ കുറച്ച് വീക്കായിരുന്നു. അപ്പോൾ മൊത്തത്തിലുള്ള എല്ലാവരും പറഞ്ഞതും അവർ പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം എനിക്ക് അൻസിബയും ഋഷിയായിട്ട് നല്ലൊരു ഒരു അടുപ്പമുണ്ട് ആ ഒരു ടൈമിൽ. അപ്പം ഞാൻ അവർ പോവരുത് എന്നുള്ളതാണ്. അപ്പോൾ മിക്കവാറും എവിക്ഷൻ കാണാൻ ചാൻസ് ഇല്ല, കാരണം ഇവർക്കും നല്ല വോട്ടിംഗ് ഉണ്ടാവും, ഇവർക്ക് ഉണ്ടാവും. ചിലപ്പം എവിക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. നെക്സ്റ്റ് ടൈമിൽ ഒരു 2 പേരോ 3 പേരോ പോവും. അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പിന്നെ കൂടുതൽ പേര് പ്രതീക്ഷിച്ചത് ജാസ്മിൻ പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ്. കാരണം ജാസ്മിനും അത്തവണ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ പോയി തിരിച്ചു വന്നിട്ട് ഗബ്രി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഷോക്കായി. അവൻ നല്ലൊരു ഗെയിമറാണ്, എന്ത് പറഞ്ഞാലും സ്ട്രാറ്റജി ആണെങ്കിലും യാത്ര പോലും പറയാതെ അങ്ങനെ എവിക്റ്റ് ആവില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടാവും എന്നൊരു സംസാരം വന്നു. ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ് കരുതിയത്. കാരണം നല്ലൊരു ഗെയിമറാണ്. ഓൾമോസ്റ്റ് എല്ലാ ഗെയിമേഴ്സും ആദ്യം തന്നെ ഔട്ടായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും അവർ വിടില്ല, കാരണം അത്രയും കുറേ കണ്ടൻസ് കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഗെയിം എന്നുള്ള രീതിയിൽ സൂപ്പറാണ്. പക്ഷേ അവർ എവിക്റ്റ് ചെയ്തു എന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെയൊക്കെ സംസാരം അത് തന്നെയായിരുന്നു. ജാസ്മിൻ, പിന്നീടുള്ള ജാസ്മിൻ എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ, എപ്പോഴും ഫോട്ടോ നോക്കി കരയുക. അപ്പോഴും ഞാനുൾപ്പെടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കരയുണ്ട, കാരണം അവൻ ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും സീക്രട്ട് റൂമിൽ ഉണ്ടാവും. ജിൻഡോ പറയണ്ടല്ലോ അവൻ പോവാൻ കാരണം നീ പറയുന്നുണ്ട്. പിന്നെ നീ കാരണം പോയതാണ്, നല്ലൊരു ഗെയിമറാണെന്ന് ജിൻഡോ പറയുന്നുണ്ട്. ജാസ്മിൻ തിരിച്ച് റിപ്ലൈ കൊടുക്കണ്ടല്ലോ, പോയാലും എന്റെ വേടിക്ക് നിന്നാലും അതും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു അയ്യോ നല്ലൊരു ഗെയിമറായിരുന്നു, ഇൻഡിവിജ്വലി കളിച്ചിരുന്നെങ്കിൽ എത്താമായിരുന്നു. അത് പോയതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ പിറ്റേ എപ്പിസോഡിലൊക്കെ ഭയങ്കര സ്മാർട്ടായിട്ട് നിൽക്കണു, ആള് മറുപടി പറയണു. അപ്പോൾ ഇനി ഇതെന്താണ് എന്നുള്ള ഡൗട്ട് പലർക്കും ഉണ്ടായി. ഞാൻ ജാസ്മിനോട് ചോദിച്ചു. അപ്പോൾ ജാസ്മിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജാസ്മിൻ്റെ കൂടെയായിരുന്നു ആ ഒരു ടൈമിൽ, നമ്മൾ അടുപ്പം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജാസ്മിനോട് ചോദിച്ചപ്പോൾ ജാസ്മിൻ ചോദിക്കേണ്ട ആവശ്യമില്ല, ഭയങ്കരമായിട്ട് അവളെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ആ എവിക്ഷനും. പിന്നെ വിചാരിച്ചത് സീക്രട്ട് റൂമിലുണ്ട്, വരും എന്നുള്ളൊരു ധാരണ. അങ്ങനെയാണ് പോയത്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനുശേഷമാണ് ഹൗസിലേക്ക് ചലഞ്ചേഴ്സ് വരുന്നത്, ബിബി ഹോട്ടൽ ടാസ്ക് വരുന്നതും. അതിലെല്ലാരും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ഈ സാബുമോൻ ആൻഡ് ശ്വേത ചേച്ചി? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, സത്യം പറയാമല്ലോ. പിന്നെ ഫസ്റ്റ് ഡേ പുള്ളി വന്നപ്പോൾ, സാബുചേട്ടൻ വന്നപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. പിന്നെ തീർന്ന് ഇന്ന് നമ്മളെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും എന്നുള്ള രീതിയിലാണ് എല്ലാവരും നിന്നത്. പിന്നെ പുള്ളി എങ്ങനെ പ്രതികരിക്കുന്നു നമ്മൾ ഓൾറെഡി പണ്ടൊക്കെ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ശ്വേത ചേച്ചിയാണെന്നുള്ള പ്രതീക്ഷിച്ചില്ല. ശ്വേത ചേച്ചിയുടെ ടാസ്കിൽ വരും ബോസൻഡ്ര നഗരത്തിൽ നിന്ന് അലക്സാണ്ട്ര രാജകുമാരി. അപ്പം നമ്മുടെ ബിഗ് ബോസിൽ അലക്സാണ്ട്ര എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും വിചാരിച്ചത് ആ അലക്സാണ്ട്രയാണ് വരാൻ പോകുന്നതെന്നാണ്. അപ്പോൾ അതിൽ പോലും ഒരു സർപ്രൈസ് ആയിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും വന്നിറങ്ങുന്നതേ വഴക്കിലേക്കാണ്. ഇവരിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവിടെ എന്തോ ഒരു വഴക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് പറയുകയും ചെയ്തു. ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഭയങ്കര രസമായിരുന്നു അവർ വന്ന കുറച്ച് സമയം. എല്ലാവർക്കും ഒരു അടിപൊളി ഉണർവായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരൊരു റിവ്യൂ പറഞ്ഞല്ലോ, ഈ 5 സ്റ്റാർ ഹോട്ടലിൽ പ്രതീക്ഷിച്ച് തട്ടയുടെ പോയി. പക്ഷെ അത് പക്ഷെ എല്ലാവരും ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. അവിടെ അതിൻ്റെ ഇടയ്ക്ക് ഫൈറ്റ് ഉണ്ടാവുന്നു, ഋഷിയുടെ അഭിനയത്തിനെ കുറിച്ചിട്ട് പറഞ്ഞ് ആളുകൾ മൊത്തത്തിൽ ഫൈറ്റ് ആവുന്നു. അതൊക്കെ എങ്ങനെയാ ശരിക്കും പിന്നീട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചാണല്ലോ ഈ ചലഞ്ചേഴ്സ് വന്നതിനെ കുറിച്ച് നിങ്ങൾ പൊതുവെ ഉണ്ടായ ഡിസ്കഷൻ എന്താ? ഒന്ന് ചലഞ്ചേഴ്സ് വരണം എന്നുള്ളത്, ചലഞ്ചേഴ്സ് വരുമെന്നുള്ളൊരു പ്രതീക്ഷ തന്ന് ചലഞ്ചേഴ്സ് വന്നു പോയി. ചലഞ്ചേഴ്സിൻ്റെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹോട്ടൽ ടാസ്കിൽ പവർ ടീം
എന്ന് പറയുന്ന ടീം ഭയങ്കര ഒരു ഇനാക്റ്റീവായിട്ട് അവരൊരു മേധാവിത്വം കാണിച്ച പോലെയായിരുന്നു ഫസ്റ്റ് ടു ലാസ്റ്റ്. അപ്പോൾ തന്നെ എല്ലാവർക്കും ഇടയിലൊരു മനസ്സ് മടുത്തു എല്ലാവർക്കും, ഇവരെന്താ ഇങ്ങനെ കാണിക്കണേ. പക്ഷെ അപ്പോഴീ അതിന്റെ ഇടയിൽ ഇപ്പൊ ഈ ജാസ്മിനും റസ്മിനും കൂടെ ആണല്ലോ വഴക്കുണ്ടായത്, ഫ്രണ്ട്സ് ആയിരുന്നവര് വഴക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴും ഈ അവിടെ പലരും പലരും ഈ പുറത്ത് പറയുന്ന കേട്ടിട്ടുണ്ട് അവിടെ ഗബ്രി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ ഒരു ഫൈറ്റ് നടക്കാണ്ട് പോയേനെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ഒരു മ്യൂച്വൽ ഫ്രണ്ട് ആയിട്ട് നിന്നിരുന്ന ഒരാളാ. ഇപ്പോ അവർ രണ്ടുപേരും വഴക്കിട്ടു, ആംഗിൾ ഇത് പറഞ്ഞു കൊടുത്തു, ഒരാളെ വിശന്ന് വിളിക്കും. സോ ഇതൊക്കെ ഭയങ്കര വലിയ ഒരു ചർച്ച ചെയ്യേണ്ട പോയിന്റുകൾ തന്നെയാണ്. ആണ്. പക്ഷേ ഈ ഹോട്ടൽ ടാസ്കിന്റെ ഇടയിൽ പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ കംപ്ലീറ്റ് ഹോട്ടൽ ടാസ്ക് നിർത്തിപ്പോയ ഒരു പാർട്ടികളുണ്ട്. ആ പാർട്ടികളുടെ ഇടയിലേക്കായിരുന്നു.